വിഷ്വൽസിന്റെ ഫുട്ടേജ് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഭാരത് വിഷന്റെ ലോഗോയും സ്ക്രോളിംഗ് സ്ട്രിപ്പും ചേർത്ത് അപ്പ് ചെയ്തോണം. പിന്നെ സ്വിച്ച് ചെയ്താൽ ഉടനെ ഞാൻ എവിടെയെങ്കിലും TV കാണാം. എന്തെങ്കിലും ഇന്റർഫിയറൻസ് ഉണ്ടായ അറിയാലോ. ഒരു ഇന്റർഫിയറൻസ് ഉണ്ടാവില്ല. വേണമെടുത്ത ഫുട്ടേജ് ഇപ്പൊ വരും. അതിനോടൊപ്പം സ്ക്രോൾ സ്ട്രിപ്പ് അപ്പ് ചെയ്യണം. ഗെറ്റ് റെഡി വിത്ത് ക്യാമറ, DSNG, ക്രൂ ആൻഡ് എവറിത്തിങ് വിത്തിൻ ഹാഫ് ആൻ അവർ ഭരതൻ പിള്ളയുടെ വീട്ടിന് മുമ്പിൽ ഉണ്ടായിരിക്കണം. ഞാൻ ആ റെസ്റ്റോറന്റ് കയറി TV ഒന്ന് കാണട്ടെ. നിന്റെ അവന്മാർ എന്റെ വിഷ്വൽസിലിട്ട് എന്താ പണിയുന്നെന്ന് അറിയട്ടെ. ഇവിടെ തന്നെ കാണണം. അല്പം മുമ്പ് നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും വാർത്തയുമാണ് ഈ സ്പെഷ്യൽ ബുള്ളറ്റിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ദൃശ്യമാധ്യമങ്ങളുടെ ചരിത്രത്തിൽ നാളിതുവരെ കാണാത്ത ദാരുണ ദൃശ്യം. ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഭരതൻ പിള്ള മുൻ വൈരാഗ്യ നിമിത്തം സുഗുണൻ എന്ന പാർട്ടി പ്രവർത്തകനോട് ചെയ്യുന്ന ക്രൂരതയുടെ നേർക്കാഴ്ച കാണുക. കഴിഞ്ഞ 5 വർഷം ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് ദിവസങ്ങൾ. സുഗുണ, നിന്റെ നാക്കിന്റെ വെറും ഒരു ചൊറിച്ചിലല്ലായിരുന്നു അത്. കൊണ്ടുപോയി കെട്ടി തൂക്കടാ. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറാമാൻ വേണുവിനോടൊപ്പം രേണുക. ഞാൻ ഇറങ്ങിക്കോളാം. ബാഗിങ് തന്നേക്ക്, ഞാൻ ഇട്ട് തരാം. ഇറങ്ങിക്കോ. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറാമാൻ വേണുവിനോടൊപ്പം രേണുക. പാർട്ടി പ്രവർത്തകരുമായ സുഗുണൻ എന്ന ചെറുപ്പക്കാരനെ ഇതവരല്ലേ TV കണ്ട ക്യാമറമാൻ റിപ്പോർട്ടറും? സാറേ, നിങ്ങളെ സമ്മതിക്കണം, നിങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട് ചെയ്യാൻ. അയാളുടെ ശവം അവിടെ തൂങ്ങിക്കിടക്കുക ഇപ്പോഴും ആയിരിക്കും. അതൊക്കെ പോലീസ് പോയി അന്വേഷിക്കട്ടെ. അല്ലടാ, നേരെ മുന്നിൽ ചെന്ന് ഷൂട്ട് ചെയ്തു. ആ ഗുണ്ടകളുടെ കയ്യിലെങ്ങാനും കിട്ടിയത് ബാക്കിയുണ്ട് അവിടെ. സാർ, ഞങ്ങളിപ്പോ ഭരതപിള്ളയുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, എല്ലാ അറസ്റ്റ് പേടിയാൻ ശ്രമിച്ച ബലം പ്രയോഗിക്കേണ്ടി വരും. സാർ, മാഡം നടന്ന ചാനലിൽ കാണിച്ച ക്ലബ് ഹൗസിലേക്ക് ഫോഴ്സിനെ പെട്ടിട്ടുണ്ട്. സാർ, ബോഡി ട്രേസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് ഉടനെ അറസ്റ്റിലേക്ക് നീങ്ങാം സാർ. ഓക്കെ സാർ. ഭരതൻപിള്ളയുടെ വീട് പൊക്കാൻ പോലീസ് എത്തി. ഭാരത് വിഷയിൽ വന്ന വാർത്തകളും ദൃശ്യങ്ങളും ഭരതൻ പിള്ളയ്ക്കെതിരെ ഉയർത്തുന്ന വൻ ജനരോഷമാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. TV കണ്ടത് ഞങ്ങൾക്കും അറിയൂ. അതിൽ പറഞ്ഞ സംഭവ സ്ഥലത്തേക്ക് പോലീസ് പോയിട്ടുണ്ട്. ആദ്യം ബോഡി ട്രേസ് ചെയ്യട്ടെ, അതിനുശേഷം DGP ആയിട്ട് ആലോചിച്ച് ഉചിതമായ നടപടി എടുക്കും. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റിയില്ല, വഴി അറിയിക്കാം. നിർത്താൻ! നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നെ കല്ലെറിഞ്ഞു കൊല്ലണോ? കൊന്നോളൂ. പോലീസും കോടതിയും ഒന്നും വേണ്ട, നിങ്ങളാണ് ശിക്ഷിക്കേണ്ടത്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഒന്ന് അറിയണം. താനൊരു പുല്ലും പറയണ്ട. എല്ലാം ഞങ്ങൾ TV കണ്ടതല്ലേ. ഇനി എന്തെങ്കിലും പറയാനാണെങ്കിൽ പോലീസിനോട് പറഞ്ഞാൽ മതി, അവർ ചോദ്യം ചെയ്യുമ്പോ. വർഗീസേ, ജീവനോട് ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ കഴുത്ത് ഞെരിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയത് ഇയാളെയാണത്രേ. ഞാൻ കൂടുതൽ എന്താ പറയേണ്ടത്? അങ്ങോട്ട് തന്നെ ചോദിച്ചു നോക്ക്. എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും അറിയില്ല, ഞാനും TV-യിലാണ് കണ്ടത്. ബാക്കി പിള്ള സാർ പറയും. മിസ്റ്റർ പിള്ളയ്ക്ക് ഇതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല.
ആ ക്യാമറമാനും റിപ്പോർട്ടർ പെൺകുട്ടിക്കും എന്നോട് എന്തിനാണ് ഇത്ര ശത്രുതയെന്ന്. ഇത്തരത്തിലുള്ള കൃത്രിമ ദൃശ്യങ്ങൾ ചമഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നും എനിക്കറിയില്ല. ഞാൻ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ല. നിങ്ങൾക്കറിയാം, 5 വർഷം മുമ്പ് കോഴ വാങ്ങുന്ന കൃത്രിമ ദൃശ്യങ്ങളുമായി ഇതേ മാധ്യമ പ്രവർത്തകർ എന്നെയും രാജൻകർത്തേയും വേട്ടയാടിയത്. അന്ന് എനിക്കത് തെളിയിക്കാൻ ആവാതെ പോയി. അടിച്ചു പൊളിക്കടാ ഭാരത് വിഷൻ. പോടാ. അവന്റെ അമ്മയുടെ ചാനലും പൊളിക്കാം. അവനെ നിക്കവിടെ. ഇല്ലാത്ത ഓരോന്നുണ്ടാക്കി കളിച്ചിട്ട് ചിലരെ മാറാടാ. ഇവിടെ പോണ്ട. നിക്കവിടെ. നോക്കിക്കാതെ പോയി വണ്ടി കയറി. അപ്പോ റൈറ്റിലേക്ക് തിരികെ, അതാ സേഫ്. റൈറ്റിലേക്ക് തിരികെ സ്റ്റുഡിയോയിലേക്ക് പോവാം. മിണ്ടരുത്. സ്റ്റുഡിയോയിൽ ആർക്ക് പെണ്ണമയ്ക്കാനാടി? എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒറിജിനൽ ഫുട്ടേജ് ഹോം സെക്രട്ടറിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. നമുക്ക് ശേഷം എത്തിക്കാം.